ഗോതമ്പ് ചക്കര പുഴുക്ക്. ഇത് പണ്ടെല്ലാം വീടുകളിൽ സർവ്വസാധാരണമായിരുന്നു. കട്ടൻ ചായയ്ക്ക് അതിരാവിലെ ഉപയോഗിക്കുന്ന ഒരു പലഹാരമായിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഇതിന് വേണ്ടത് ഗോതമ്പ് നല്ലതായി കഴുകിയെടുത്ത് ഉണക്കി, അത്യാവശ്യം ഉണങ്ങിയാൽ അത് വെള്ളമൊഴിച്ച് ഒരു 4-5 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് കുതിർക്കുക. ഈ ഗോതമ്പ് ഇനി കിട്ടിയില്ല എങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് അലീസ ഗോതമ്പെന്നോ വൈറ്റ് ഗോതമ്പെന്നോ ചോദിച്ചാൽ മുഴുവനായി ഉള്ള ഒരു ഗോതമ്പ് കിട്ടും. ഇതിനെ പൊടിയോ തരിയോ ഒന്നും ഉപയോഗിക്കരുത്. ഗോതമ്പിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ള ഗോതമ്പ് തന്നെയാണ് ഇതിന് വേണ്ടത്. ശേഷം രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത ഈ ഗോതമ്പ് 4-5 പ്രാവശ്യം കഴുകി അതിൻ്റെ നിറം പോകുന്നത് വരെ ഒന്ന് കഴുകി എടുത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെ വെട്ടിത്തിളപ്പിക്കുക. വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ വേവിക്കുക. നല്ലപോലെ ഇളക്കി വേവിച്ചു കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാൻ സമ്മതിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഏകദേശം ഇത് വേവായാൽ ചട്ടകത്തിലേക്ക് ഇതിൻ്റെ കൊഴുപ്പ്, അതായത് ഗോതമ്പിൻ്റെ കൊഴുപ്പങ്ങ് കയറും. അപ്പോൾ ഇത് ഏകദേശം വേവായി എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ശർക്കരയും വലിയതായി ചിരവിയ നാളികേരവും. ചെറുതായി ചിരവിയ നാളികേരം ഇതിന് ഒരു രുചികരമായിട്ടുള്ള അവസ്ഥ തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് ആ മധുരം അലിയുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ലപോലെ മധുരം അതിലേക്ക് ഇഴുകിച്ചേർന്നു എന്ന് വെച്ചാൽ ആ തീയൊന്ന് വലിച്ച് വീണ്ടും ചെറു തീയിൽ മാത്രം ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് എല്ലായിടവും ഈ നെയ്യായി എന്ന് ഉറപ്പിച്ച് ഒന്നുകൂടി വലിയ തീയിൽ തന്നെ വേവിക്കുക. ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം തീ പെട്ടെന്ന് കുറച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി കുടഞ്ഞിട്ട് വളരെ സാവധാനത്തിൽ എല്ലായിടവും ആവുന്ന രീതിയിൽ അതിനെ ആകെ ഇളക്കി മറിച്ച് എല്ലായിടത്തും നെയ്യിൻ്റെ രുചി എത്തിക്കുക. ഈ അവസാനത്തെ നെയ്യിട്ടാൽ പിന്നെ തീ കത്തിക്കരുത്. ആ നെയ്യിൻ്റെ നറുമണം കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു ഉപ്പുമാവിൻ്റെ പരുവത്തിലേക്ക് ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ വേവായി എന്ന് ഉറപ്പിക്കാം. ശേഷം ഇതിനെ അത്യാവശ്യം തണുത്ത രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ചൂടുള്ള രീതിയിൽ ഇതിന് ഒരു ടേസ്റ്റ് തോന്നാറില്ല. ഫാനിട്ടോ അല്ലെങ്കിൽ അല്പം സമയം കഴിഞ്ഞോ ഒന്ന് ഇളക്കി മറിച്ച് ഉപ്പുമാവിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ഭക്ഷണത്തിനായി ഉപയോഗിക്കാം. കാലത്ത് ചായയ്ക്കും അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ അത്താഴത്തിനായും വേണമെങ്കിൽ ഉപയോഗിക്കാം. അരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഗോതമ്പ് ചക്കരപ്പുഴുക്കുണ്ടാക്കി കമൻറ്റിൽ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ചേരുക. അഷിത് വ്ലോഗ്.